ഉച്ചക്കത്തേക്ക് ഇതാ കുറച്ച് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചെമ്മീൻ ആദ്യം ഞാനത് കിട്ടുന്നതിട്ടപ്പോഴേക്കും ഒരേപോലത്തെ ചെമ്മീനായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു വെച്ചാൽ, പക്ഷേ സെപ്പറേറ്റ് ആയിരുന്നു. 2 തരത്തിലുള്ള ചെമ്മീൻ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഞാൻ 2 ചട്ടിയിലായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടു. നാരൻ ചെമ്മീൻ ഒരു ചട്ടിയിൽ, അല്ലാത്ത ചെമ്മീൻ വേറൊരു ചട്ടിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നാരൻ ചെമ്മീൻ ഓൾറെഡി മാറ്റി വെച്ചു. അപ്പോൾ കിള്ളാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്നേലും മുന്നേ അതുമാണ് വന്ന് തുടങ്ങിയത്. അത് അവിടെ നിന്ന് അപ്പുറത്തോട്ടിട്ട് ഇപ്പുറത്തോട്ടിട്ട് 2 ഇടലൊക്കെ കഴിഞ്ഞിട്ട് അവൻ പോയി. പിന്നെ ഞാനത് കിള്ളാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കിള്ളാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് അതിൻ്റെ ഇടയിൽ വന്ന് ഓരോ കുരുത്തക്കിടക്കെ ചെയ്തായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞാനതെല്ലാം വേഗം കിള്ളി പറ്റിക്കാൻ വേണ്ടി വെച്ചു. പറ്റിക്കാനായിട്ട് നമ്മുടെ സാധാരണ വെക്കണ പോലെ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട്, അപ്പോൾ അപ്പൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാമെന്ന് പറഞ്ഞു ചെമ്മീൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും എടുത്ത് അതൊക്കെ അരിഞ്ഞ് അതിനകത്തോട്ട് കുറച്ച് പുഴുങ്ങി ചെമ്മീനും അതിൻ്റെ കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട്, സവാള അവിടെ അരിഞ്ഞ് ബോർഡിൽ വെച്ചേക്കണല്ലോ ആദ്യം ഞാൻ പൂട്ടാൻ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സവാളയെ കൂടി ഇട്ടിട്ടാണ് പിന്നെ പൂട്ടിയിട്ട് അടപ്പത്തോട്ട് വെച്ചേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെമ്മീൻ ഉലത്താൻ വേണ്ടി ചട്ടി അടപ്പത്ത് വെച്ചു. ബാക്കി ഉണ്ടായിരുന്ന ചെമ്മീൻ ഉലത്തി എടുക്കണമല്ലോ, ഉച്ചക്കത്തേക്ക് ചെമ്മീൻ ഉലത്തിയത് വെക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ എനിക്ക് 8ൻ്റെ പണി കിട്ടി. 8ൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പായിപ്പോയി. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ സ്ക്രീൻ അങ്ങോട്ടും മാറുന്നില്ല ഇങ്ങോട്ടും മാറുന്നില്ല, ഫുള്ള് എന്തോ പറ്റിയെന്ന് എനിക്കെന്നെ അറിയാൻ പാടില്ല. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ചെമ്മീൻ ഉലത്തിയതും ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചെമ്മീൻ ഉലത്തിയതുണ്ടായിരുന്നു, കക്ക ഉണ്ടായിരുന്നു, പിന്നെ അപ്പന് ചാളയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി ഉരുളക്കിഴങ്ങ് കൂടെ ഉലത്തണം, അതൊരു ഇച്ചിരി ആർഭാടായി പോകത്തില്ലേ ഒരുപാട് കറികളാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തന്നെ വെച്ചു. ചെമ്മീനും കക്ക വറുത്തതും ചാളയും കൂട്ടി ഉച്ചക്കത്തെ ചോറ് കഴിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.